ഇന്നൊരു 10-11 മണിയൊക്കെ ആയ ഒരു സമയമില്ലേ, അന്നേരം നന്നായിട്ട് വിശക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പം നോക്കുമ്പോൾ ലേശം പൈനാപ്പിൾ ഉണ്ടായിന്. പൈനാപ്പിൾ എടുത്ത് മുറിച്ച് ഫ്രിഡ്ജിൽ കയറ്റിട്ടുണ്ടായിനെ. അതിന് പകുതി എടുത്തിട്ട് ജ്യൂസ് അടിക്കാന്നേനു കേട്ടോ വിചാരിച്ചത്. ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെച്ചിട്ട് അത് നമ്മൾ രാവിലെ വെച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അങ്ങനെ തണുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രീസർ നോക്കുന്ന സമയത്ത് കട്ടി ഉണ്ടായിനെ. ലാസ്റ്റ് കത്തീനെ കൊണ്ടല്ല അത് തള്ളി പൊട്ടിച്ച് അതിന് ലേശം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ലേ. അങ്ങനെ അതെല്ലാം കുടിച്ച് പിന്നെ കുറച്ച് അനിയത്തിന് മോക്ക് കൊടുത്തിന്. എൻ്റെ മോൾ അന്നേരം ഇവിടെ ഉണ്ടായില്ല. പിന്നെ ഇന്ന് ഉമ്മ ഉച്ചക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റുന്നുണ്ട്. ഇതൊക്കെ ഞാനാണേ വയറ്റും ആക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അതിനിടക്ക് ഉമ്മ ഓൾറെഡി ബീഫൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനെ പ്രഷർ കുക്കറിൽ. മസാലപ്പൊടിയിലിട്ട് എല്ലാം റെഡിയാക്കി എടുത്ത് കുറച്ച് കഴിഞ്ഞേരം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചോറും 2 പീസ് ചിക്കനും 2 ഒരു 3 പീസ് ചിക്കനെല്ലാം പൊരിച്ചത് കഴിച്ചിട്ടുണ്ടായിനെ. ചിക്കൻ വന്നിട്ട് കോൺഫ്ലോറിലൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ബീഫ് പറ്റൂല, എന്നാലും ഞാൻ ഇന്ന് കഴിച്ചൊക്കെ ഉണ്ടായിനെ. പിന്നെ സവാളൊക്കെ ഇട്ടിട്ടില്ല, ഒരു ചള്ളാസും കൂടി ഉണ്ടായിന് കേട്ടാ. ഏതായാലും വീഡിയോസ് എടുക്കുന്നതല്ലേ, അപ്പൊ ഷോർട്ടായിട്ട് ഇടണ്ട, ഇതൊരു കുഞ്ഞി മിനി വ്ലോഗ് പോലെ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കുന്നേ ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഇല്ല. വേണമെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫെന്നോ അല്ലെങ്കിൽ ഒരു വട്ടയത്തിനിടെ എന്നെല്ലാം വേണമെങ്കിൽ പറയട്ടാ. പിന്നെ അനിയത്തി വന്നിട്ട് അവോക്കാഡോ ഇല്ലേ, അത് ടോസ്റ്റ് ചെയ്തിട്ട് അതിന് ലേശം ചീസ് ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു സ്ലൈസ് കഴിച്ചു. പിന്നെ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് അവിലും പണ്ടൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. അപ്പൊ ഞാൻ ഒരു സ്പൂണ് ഒരു കെയിൽ അവിലും കുറച്ചധികം പണ്ടെടുത്ത് കഴിച്ചിട്ടുണ്ടായിനെ. കുറെ നാളിന് ശേഷമാണ് ഇങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലില്ല. പിന്നെ മഗ്രിബിന്റെ സമയമായപ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഉമ്മാന്റെ ഒപ്പം വെറുതെ വന്ന് നിന്നതാണ്. അപ്പൊ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത്. ഇവിടെ ഒരാളാണെങ്കിൽ ഓളിപ്പോ ഡോറ് പൂട്ടി എന്ന് പറഞ്ഞിട്ട് ഡോർ തല്ലിപ്പൊട്ടിക്കലാണ്. അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അനിയത്തിന്റെ മോള്. രണ്ടാളും വണ്ടിയെല്ലാം കൊണ്ടുവന്നിട്ട് റൂമിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സ്ഥലമൊന്നും ഇല്ല, എല്ലാവർക്കും വണ്ടിയും ഇതെല്ലാം ഇരിക്കും വരുന്നത്. പിന്നെ രാത്രിക്ക് ഒന്നും കഴിച്ചില്ല കേട്ടോ. പക്ഷെങ്കിൽ ഒരു 10-11 ഒക്കെ ആയ സമയത്ത് നന്നായിട്ട് വിശക്കുന്നുണ്ടായിനെ. അപ്പൊ ഉച്ചക്കത്തെ ലേശം ബിരിയാണിയും പിന്നെ ടൊമാറ്റോന്റെ കെച്ചപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 0 ഷുഗറിന്റെ 7up കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും എല്ലാം കൂടെ അങ്ങ് കേക്കായിരുന്നു ചെയ്തത്. രാത്രി കേൾക്കാത്തോണ്ടാന്ന് അറിയില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ രാത്രിക്ക് ഇങ്ങനത്തെ ക്രേവിങ്സ് ഒക്കെ വരാറുണ്ടോന്ന് കമന്റിലൂടെ അറിയിക്കണേ. പിന്നെ സോസ് വെച്ച് കഴിക്കാൻ വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വീടായിട്ടുള്ള പരിപാടീസ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ ഫുഡില്ലാന്ന് ഞാൻ മെയിൻ ആയിട്ട് പരിപാടി ചെയ്ത് നോക്കല്. 7up ഞാൻ എന്തരം കേസിട്ടുണ്ടായില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞേരായിരുന്നു കേസിട്ടുണ്ടായത്. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്നാ പിന്നെ നടക്കണം.